Hello everyone, welcome to G-Board Plus 2 Commerce and Humanities. It's me and Nafi. അപ്പോൾ നമ്മുടെ പ്ലസ് ടു ഹിസ്റ്ററിയുടെ എക്സാം ആണ്. അപ്പോൾ ഓണം എക്സാമിൻ്റെ പോർഷൻസിൽ നിന്ന് വളരെ കുറച്ച് മാർക്കിന് മാത്രം, അതായത് 80-24 മാർക്ക് നിങ്ങൾ പ്രതീക്ഷിച്ച, ബാക്കിയൊക്കെ 7ാമത്തെ ചാപ്റ്റർ മുതലായിരിക്കും. എന്നാലും നിങ്ങൾ ഓണം എക്സാം പോർഷൻസിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന 2 ചാപ്റ്ററാണ് ഹിസ്റ്ററിയിൽ 5ാമത്തെ ചാപ്റ്ററും ഹിസ്റ്ററിയിൽ 6ാമത്തെ ചാപ്റ്ററും. അതിൽ നിന്ന് അത്യാവശ്യം നല്ല മാർക്കിന് എന്ത് ചെയ്യാറുണ്ട്, ക്രിസ്മസ് എക്സാം ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ നിങ്ങൾ നോക്കി വെക്കുക. അതായത് നമുക്ക് ഈ ഒരു ഇൻഫോർമേഷൻ, അതായത് നമ്മളിതിൽ 5ാമത്തെ ചാപ്റ്റർ എന്താണ്, ത്രൂ ദ ഐസ് ഓഫ് ട്രാവലേഴ്സ് ആണല്ലേ. 5 ചാപ്റ്റർ 3 സഞ്ചാരികളെ കുറിച്ചല്ല, 3 ട്രാവലേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ 3 ട്രാവലേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എന്ത് വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്, എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഈ 3 ട്രാവലേഴ്സ് അഥവാ 3 സഞ്ചാരികളിൽ നിന്ന് നമുക്ക് അന്നത്തെ സ്ത്രീകളുടെയും അടിമകളുടെയും അവസ്ഥയെക്കുറിച്ച് എന്ത് വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ സ്ത്രീകളുടെയും അടിമകളുടെയും അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ അന്നത്തെ ഒരു പാട്രിയാർക്കിക്കൽ സൊസൈറ്റി, ഒരു പുരുഷ കേന്ദ്രീകൃതമായ സമൂഹമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല, അന്നത്തെ അടിമകളുടെ കാര്യം നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ അന്ന് ഇബ്നു ബത്തൂത്ത മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കാണാൻ വന്നപ്പോൾ അടിമകളെ വിറ്റിരുന്നു. അതായത് നമ്മൾ ഇന്നൊരു പശുവിനെയും ആടിനെയും കോഴിയും വാങ്ങുന്നുണ്ടല്ലോ, അതേപോലെ അടിമകളെ വാങ്ങുന്ന ഒരു സമ്പ്രദായം അവിടെ ഉണ്ടായിരുന്നു. അടിമകൾ എന്താണ്, വിൽക്കാനും വാങ്ങാനുള്ള ചന്തകളും കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ അത് മാത്രമല്ല, അടിമകൾ പലതരത്തിലുണ്ടായിരുന്നു. സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള സ്ലേവ്സിൽ, മെയിൽ ആൻഡ് ഫീമെയിൽ സ്ലേവ്സ്, സ്ത്രീ പുരുഷന്മാരായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടായിരുന്നു. അത് സ്ത്രീകളായിട്ടുള്ള അടിമകൾ എന്താ ചെയ്യുക, സ്ത്രീകളായിട്ടുള്ള അടിമകൾ എന്താണ് ചെയ്യുക, എന്തു ചെയ്യും, സ്ത്രീകളായിട്ടുള്ള അടിമകൾ സുൽത്താന് വേണ്ടിയിട്ട് സ്പൈ അഥവാ ചാരന്മാരാവുകയും സുൽത്താന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, സുൽത്താന് വേണ്ടി സ്പൈ അഥവാ ചാരന്മാരാവുകയും സുൽത്താന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും അതായത് ഡാൻസും നൃത്തവും ഒക്കെ ചെയ്യുന്ന ആളുകളുമായിരുന്നു അന്നത്തെ സ്ത്രീകളായിട്ടുള്ള ചാരന്മാർ. പിന്നെ അതുപോലെ വീട്ടു ജോലിക്ക്, അത് വീട്ടിലെ ജോലി ചെയ്യാനും സ്ലേവ്സ് അഥവാ അടിമകൾ ഉപയോഗിച്ചിരുന്നു. അവർ എന്താണ്, ഈ പല്ലക്കിലോ അല്ലെങ്കിൽ ഡോളോ ഒക്കെ ചുമന്ന് കൊണ്ടുപോകാനും സ്ത്രീകളായിട്ടുള്ള ആളുകളെ ഉപയോഗിച്ചിരുന്നു. അത് മാത്രം, ഈ അടിമകളുടെ കാര്യം നീ ഒരു എഴുതി വെക്കണം. പിന്നെ അത് മാത്രം, സ്ത്രീകളുടെ അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ സതി പോലെയുള്ള ഒരുപാട് സോഷ്യൽ ഈവിൾസ് അല്ലെ, സതി പോലെയുള്ള ഒരുപാട് ദുരാചാരങ്ങൾ ആര് ഫേസ് ചെയ്തിരുന്നു, അന്നത്തെ കാലത്ത് സ്ത്രീകൾ ഫേസ് ചെയ്തിരുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി ഇബ്നു ബത്തൂത്തയെ കുറിച്ചിട്ട് നമ്മളോട് എഴുതാൻ പറയും. ഇബ്നു ബത്തൂത്ത ഒരു എസ്സേ ചോദിക്കാൻ ചാൻസ്, അപ്പോൾ ഷോർട്ട് എസ്സേ ആയിരിക്കും 6 മാർക്കിന്. അപ്പോൾ ഇബ്നു ബത്തൂത്തയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇത്രയും പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇബ്നു ബത്തൂത്ത എവിടെയാണ് ജനിച്ചത്, ആഫ്രിക്കയിലെ മൊറോക്കോയിലാണ്. അപ്പോൾ അദ്ദേഹത്തെ ഗ്ലോബ് ട്രോട്ടർ അഥവാ ആഗോള സഞ്ചാരി എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ വിളിക്കാൻ കാരണം, ഒരുപാട് സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ആളാണ് ആ ഇബ്നു ബത്തൂത്ത അല്ലേ. അതായത് ഡൽഹിയിൽ എത്തുന്നതിന് മുന്നേ അദ്ദേഹം ചൈനയിലും അതേപോലെ തന്നെ മാൽഡീവ്സ്, അങ്ങനെ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇബ്നു ബത്തൂത്ത സഞ്ചരിച്ച സ്ഥലങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുക, ഇതിൽ നിങ്ങൾ ആഡ് ചെയ്ത് വെക്കണം. പിന്നെ കോക്കനട്ട് ആൻഡ് പൈൻ, അതായത് അദ്ദേഹത്തിൻ്റെ നാടായ മൊറോക്കോയിൽ അവിടെയുള്ള ആളുകൾക്ക് അറിയാത്തൊരു സംഭവമാണ് ഈ കോക്കനട്ട് ആൻഡ് പൈൻ അഥവാ തേങ്ങയും അതേപോലെ വെറ്റിലയും. അതിനെക്കുറിച്ചിട്ടൊക്കെ നല്ല രീതിയിൽ, അതായത് അദ്ദേഹം ആദ്യമായിട്ട് കാണുന്ന സാധനങ്ങളെ കുറിച്ചൊക്കെ പുസ്തകത്തിൽ നല്ല രീതിയിൽ എന്ത് ചെയ്തിരുന്നു, എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. പിന്നെ ഇന്ത്യയിലെ സിറ്റീസ് അഥവാ ഇന്ത്യയിലെ നഗരങ്ങളെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇബ്നു ബത്തൂത്ത. അതായത് ഇന്ത്യൻ സിറ്റീസ് പ്രോസ്പെറസ് ആൻഡ് എന്താണ് ഹൈലി പോപ്പുലേറ്റഡ്, നല്ല ഐശ്വര്യമുള്ളതും ജനസാന്ദ്രതയുമായിരുന്നു ഇത് ഇന്ത്യൻ സിറ്റീസ് ആര് പറയാണ്, ഇബ്നു ബത്തൂത്ത പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ മനസ്സിലാക്കി വെക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഉലൂക്കൻ ദവ, ഇബ്നു ബത്തൂത്ത എന്ത് ചെയ്യാണ്, ഇന്ത്യയിലെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമായിട്ട് ഉലൂക്കൻ ദവയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇബ്നു ബത്തൂത്തയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യങ്ങൾ എന്ത് ചെയ്തേക്കാം, എക്സാമിന് ചോദിച്ചേക്കാം. പിന്നെ ഈ ചാപ്റ്റർ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒന്നാണ് എന്ത്, അൽ ബിറൂനി. അൽ ബിറൂനിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചേക്കാം. കിതാബുൽ ഹിന്ദ് ആണ് അൽ ബിറൂനിയുടെ പുസ്തകം. ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ചിട്ട്, ഇന്ത്യൻ സമൂഹത്തെ കുറിച്ചിട്ടും അന്ന് ഇന്ത്യൻ സൊസൈറ്റി ഉണ്ടായിരുന്ന ക്ലാസിഫിക്കേഷൻ, അതായത് വർഗീകരണങ്ങളെ കുറിച്ചിട്ടും ഒക്കെ ആര് പറയുന്നുണ്ട്, അൽ ബിറൂനി പറയുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തുക. അപ്പോൾ കിതാബുൽ ഹിന്ദ് അല്ലേ, കിതാബുൽ ഹിന്ദിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ 3 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് അറബിക് ലാംഗ്വേജിൽ എഴുതിയുള്ള പുസ്തകമാണ് ഇത് കിതാബുൽ ഹിന്ദ്. 80 ചാപ്റ്റേഴ്സ്, 80ഓളം പാഠങ്ങളാണ് കിതാബുൽ ഹിന്ദിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഫിലോസഫി, ഫെസ്റ്റിവൽസ്, അങ്ങനത്തെ സാധനങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്തിൽ പറയുന്നുണ്ട്, കിതാബുൽ ഹിന്ദിൽ പറയുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ആൻഡ് ലാസ്റ്റ് വണ്ണാണ് ഇത് ഭക്തി സൂഫി ട്രഡീഷൻ, 6ാമത്തെ ചാപ്റ്റർ കേട്ടോ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് നിങ്ങൾ ഇങ്ങനത്തെ 1 വേർഡ് ചോദിക്കുക, ഇതിന് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യണം. ഈ ഒരു 1 വേർഡിന് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു 1 വേർഡിന് ആൻസർ നിങ്ങൾ കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ഈ ഭക്തി സൂഫി ട്രഡീഷനിൽ 1 വേർഡുകളൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ശ്രദ്ധിക്കണം, ചിസ്തി മൂവ്മെന്റ് അല്ലെങ്കിൽ ചിസ്തി ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം 4 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണേ, ഇന്ത്യയിൽ ചിസ്തി സിൽസില സ്ഥാപിച്ചതാരാ, ഖോജ മൊയ്നുദ്ദീൻ ചിസ്തിയാണ്. ഇന്ത്യയിൽ ചിസ്തി സിൽസില സ്ഥാപിച്ചതാരാണ്, ഖോജ മൊയ്നുദ്ദീൻ ചിസ്തിയാണ്. എന്നാൽ ഇത് ഏറ്റവും ടോപ്പിൽ ആരുടെ കാലഘട്ടത്തിലാണ്, ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയുടെ കാലഘട്ടത്തിലാണ്. ശ്രദ്ധിക്കണേ, ഗിയാസ്പൂരിലുള്ള യമുന റിവർ അഥവാ യമുന നദിയോട് ചേർന്നിട്ടായിരുന്നു എന്തുണ്ടായിരുന്നത്, ഈ ഒരു കനുക്ക. ആരുടെ കനുക്ക, നമ്മുടെ പിന്നെ ഈ ഒരു ചിസ്തി സിൽസിലയുടെ കനുക്ക ഉണ്ടായിരുന്നത് എവിടെയാണ്, ഗിയാസ്പൂരിൽ യമുന റിവറിനോട് ചേർന്നിട്ടായിരുന്നു. ഇതിന് മുകളിൽ ജമാത്ത് ഖാന ഉണ്ടായിരുന്നു. ആ ജമാത്ത് ഖാനെ വെച്ചിട്ടാണ് ഈ ഒരു പിന്നെ
നമ്മുടെ സൂഫി ആളുകളൊക്കെ അഭിസംബോധന ചെയ്തിരുന്നത്. അന്നത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ എന്ത് അങ്ങോട്ടേക്ക് വന്നിരുന്നത് അവർക്ക് കോമൺ ആയിട്ട് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കാനായിട്ട് ഒരു അടുക്കള, ലങ്കർ എന്ന് വിളിക്കുന്ന അടുക്കളയും ഫ്രീ ആയിട്ട് ദാനധർമ്മങ്ങളൊക്കെ അവിടെ ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ. ആ ഒരു കാര്യം കൂടി നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഇനി ഭക്തി മൂവ്മെന്റിനെ കുറിച്ചിട്ട് എക്സാം വെച്ചപ്പോൾ 2 മാർക്ക് ചോദിച്ചേക്കാം. ഭക്തി മൂവ്മെന്റ് ഇറങ്ങിയാൽ എന്താ, അന്ന് തമിഴ്നാട്ടിലാണ് എന്ത് ചെയ്തത് ഏർലി ഭക്തി മൂവ്മെന്റ് വന്നത്. അൽവാസും നയനാസും ഉണ്ടല്ലേ, ശ്രദ്ധിക്കണം ഏതാടാ, അൽവാസ് ആൻഡ് നയനാസ് ഉണ്ട്. അൽവാസിനെ കുറിച്ചും നയനാസിനെ കുറിച്ചും എഴുതണം. ആൻഡ് ദേ ഒപ്പോസ് ദ ഭക്തി പിന്നെ ദ ഭക്തി മൂവ്മെന്റ് ഒപ്പോസ് ദ കാസ്റ്റ് സിസ്റ്റം. ജാതി വ്യവസ്ഥയെ എതിർത്തിരുന്നുള്ള ആളുകളായിരുന്നു അവർ ഭക്തി മൂവ്മെന്റിലുള്ള ആളുകൾ. അപ്പോൾ ഭക്തി മൂവ്മെന്റ് ഒപ്പോസ് ദ കാസ്റ്റ് സിസ്റ്റം, ദേ പ്രൊമോട്ടഡ് എന്താണ് യുണീക്ക് ആയി, അല്ലെങ്കിൽ ഇതേ പ്രൊമോട്ടഡ് എന്താണ് ഇന്റർ ഡൈനിങ്ങിൽ, അതായത് എല്ലാവരെയും ഒരുമിച്ച് കാണുക, എല്ലാവരെയും ഒരുപോലെ കാണുക എന്നുള്ളൊരു കാര്യം പ്രൊമോട്ട് ചെയ്തിരുന്ന ആളുകളായിരുന്നു അവർ ഭക്തി മൂവ്മെന്റ്. പക്ഷേ അവരെന്ത് എതിർത്തിരുന്നു, കാസ്റ്റ് സിസ്റ്റം എതിർത്തിരുന്നു. ദേ ആക്സെപ്റ്റഡ് ഓൾ പീപ്പിൾ റെസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. ജാതിക്ക് അതീതമായി എല്ലാവരെയും സ്വീകരിച്ചിരുന്ന ആളുകളായിരുന്നു ആര്, ഭക്തി മൂവ്മെന്റിലുള്ള ആളുകൾ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പിന്നെ എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഒരു ക്വസ്റ്റൻ ആണ് കബീർ ദാസ്, ഗുരുനാനക്, മീരാബായ്, ഇവരെ 3 ആളെ കുറിച്ചിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ കബീർ എന്ന് പറഞ്ഞാൽ എന്താ, എ പോയറ്റ് സെയിന്റ് അല്ലെ, ഭക്തി മൂവ്മെന്റിലുള്ള സന്യാസി ആയിട്ടുള്ള ഒരു കവിയാണ് ആര്, കബീർ ദാസ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് അദ്ദേഹത്തിന്റെ പോയംസ് ഒക്കെ കമ്പോസ് ചെയ്തത്. അതെന്തിനാണ്, കബീർ ബിച്ചക്ക്, കബീർ ഗ്രന്ഥാവലി, ആദി ഗ്രന്ഥ് സാഹിബ് എന്നിങ്ങനെ 3 എണ്ണവുമായിട്ടാട്ടോ. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. പിന്നെ ബാബ ഗുരുനാനാക്കിനെ കുറിച്ച് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ബാബ ഗുരുനാനക് ജനിച്ചത് രവി റിവറിന് സമീപമുള്ള നങ്കാന സാഹിബ് എന്നൊരു വില്ലേജിലാണ്. ചെറുപ്പത്തിൽ വിവാഹം കഴിച്ചു. അദ്ദേഹം ശ്ലോകങ്ങളെ കുറിച്ചിട്ടും നിർഗുണ ഭക്തി, ഒരു രൂപമില്ലാത്ത ദൈവത്തെ ആരാധിക്കുന്നതായിരുന്നു ആരുടെ രീതി, ബാബ ഗുരുനാനാക്കിൻ്റെ രീതി. ഹിന്ദു ഇസ്ലാം റിലീജിയൻ, ഹിന്ദു മുസ്ലിം മതങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ ഒരുമിച്ചിട്ട് എന്ത് ചെയ്യുക, കൂട്ടിച്ചത് പുതിയ മതമാക്കി മാറ്റാനാണ് ആര് ശ്രമിച്ചത്, ബാബ ഗുരുനാനാക്ക് ശ്രമിച്ചു കേട്ടോ. പിന്നെ മീരാബായിയുടെ കാര്യങ്ങൾ കൂടി നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു 2 ചാപ്റ്റേഴ്സിലായി ഡിസ്കസ് ചെയ്യാൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് എന്ത് ചെയ്തേക്കാം, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തേക്കാം, ചോദിച്ചേക്കാം. ദീസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ബൈ.